ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ചോളം ഒരു ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ PSCയുടെ ഏത് ലെവൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം നമ്മുടെ കേന്ദ്ര ബജറ്റ് എന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേഖലയാണ്. കറണ്ട് അഫയേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ എക്കണോമിക്സ് ആയിട്ടും ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ബജറ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാലോ? കമോൺ. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റാണിത്. അതായത് നമ്മുടെ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനമന്ത്രിയായതിനു ശേഷമുള്ള 9ാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ചത് ഇന്നലെയായിരുന്നു. ഇന്നലെ എന്ന് പറയുന്നത് ഫെബ്രുവരി 1 കേട്ടോ. ഈ ഫെബ്രുവരി 1 ഒരു ഞായറാഴ്ചയായിരുന്നു. സോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ച ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം ആരാണ്? കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനാണ്. ഇനി പ്രസംഗത്തിന്റെ ദൈർഘ്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ 25 മിനിറ്റ്, മൊത്തം 85 മിനിറ്റ് ആണ് നമ്മുടെ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. ഇനി ബജറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പഴയ നോർത്ത് ബ്ലോക്കിന് പകരം പുതിയ ഓഫീസായ കർത്തവ്യ ഭവനിൽ തയ്യാറാക്കിയ ആദ്യത്തെ ബജറ്റാണിത്. അതായത് ഇത്രയും നാളും നമ്മുടെ ബജറ്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത് പാർലമെന്റിന്റെ നോർത്ത് ബ്ലോക്കിലായിരുന്നു. ഇത്തവണ നടത്തിയത് പാർലമെന്റിന്റെ പുതിയ ബ്ലോക്കായിട്ടുള്ള കർത്തവ്യ ഭവനിലാണ്. സോ കർത്തവ്യ ഭവനിൽ വെച്ച് തയ്യാറാക്കിയ ആദ്യത്തെ ബജറ്റും ഏതാണ്? നമ്മുടെ ഈ ഒരു ബജറ്റാണ്. ഇനി ഈ കർത്തവ്യ പദത്തിൽ വെച്ച് നടത്തിയത് കൊണ്ട് തന്നെ 3 കർത്തവ്യങ്ങൾ ഈ ബജറ്റിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഒന്നാമത്തെ കർത്തവ്യം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, ആക്സലറേറ്റ് എക്കണോമിക് ഗ്രോത്ത്. എന്താണ് അതിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഉൽപാദനക്ഷമതയും വിപണിയിലെ മത്സരശേഷിയും വർദ്ധിപ്പിക്കുക. അതായത് നമ്മുടെ എക്കണോമിക്കിനെ ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കർത്തവ്യത്തിൽ പറയുന്നത്. രണ്ടാമത്തത് അഭിലാഷങ്ങൾ നിറവേറ്റുക അല്ലെങ്കിൽ ഫുൾഫിൽ ആസ്പിറേഷൻസ്. നമ്മുടെ രാജ്യത്തിന്റെ കുറച്ച് ആസ്പിറേഷൻസ് ഒക്കെ ഉണ്ട്, അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാമത്തെ കർത്തവ്യത്തിൽ പറയുന്നത്. ജനങ്ങളുടെ കഴിവുകൾ വളർത്തുകയും അവരെ രാജ്യത്തിന്റെ വളർച്ചയിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്നാണ് നമ്മുടെ ഒരു ആസ്പിറേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് സബ്കാ വികാസ് അല്ലെങ്കിൽ എല്ലാവർക്കും വികാസം, എല്ലാവർക്കും വികസനം എന്നുള്ളത്. നമ്മുടെ മോദി ഗവൺമെന്റ് എപ്പോഴും പറയുന്നതാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ വികസനത്തിന്റെ പങ്കാളികളാവണം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാദേശിക വിവേചനമില്ലാതെ വിഭവങ്ങളും അവസരങ്ങളും ലഭ്യമാക്കുക. അതാണ് സബ്കാ സാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ഡയഗ്രാം പോലെ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ എന്താണ്? ആക്സിലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത് അലോങ് വിത്ത് ബിൽഡിംഗ് റെസൈലൻസ് ടു വോളറ്റൈൽ ഗ്ലോബൽ ഡൈനാമിക്സ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, കുറച്ചുകൂടി അവസരങ്ങളും കുറച്ചുകൂടി വിഭവങ്ങളും ഉപയോഗിച്ച് നമ്മുടെ രാജ്യം കുറച്ചുകൂടി എക്കണോമിക്കലി പ്രോസ്പെറസ് ആകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കർത്തവ്യം. ഇനി രണ്ടാമത്തെ കർത്തവ്യം എന്തായിരുന്നു? ഫുൾഫിൽ ആസ്പിറേഷൻസ് ഓഫ് അവർ പീപ്പിൾ ആൻഡ് ബിൽഡ് ദെയർ കപ്പാസിറ്റി. നമ്മുടെ ജനങ്ങൾക്ക് ഈ പറയുന്ന അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം കൂടി ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്. ഇനി എന്താണ്? എൻഷുർ ദ എവറി ഫാമിലി, കമ്മ്യൂണിറ്റി, റീജിയൻ ആൻഡ് സെക്ടർ ഹാസ് ആക്സസ് ടു റിസോഴ്സ്, അമ്യൂണിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് എല്ലാ വിഭാഗം ജനങ്ങളും അവരുടെ കമ്മ്യൂണിറ്റി നോക്കാതെ, അവരുടെ പ്രദേശം നോക്കാതെ എല്ലാവർക്കും വികസനം എത്തിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കർത്തവ്യത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ബജറ്റിനെ പറ്റിയുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. കൂടുതൽ ക്യാരക്ടേഴ്സിലേക്ക് പോകാം. യുവശക്തി ബജറ്റ്. അതായത് ഈ ബജറ്റ് എന്ന് പറയുന്നത് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 യുവാക്കൾ നൽകിയ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ യുവാക്കളുടെ ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കൊടുത്ത സജഷൻസ് ഒക്കെ ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഈ ബജറ്റിന്റെ ഒരു സങ്കല്പ് അല്ലെങ്കിൽ ഒരു ബജറ്റിന്റെ ഒരു മിഷൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ പാവപ്പെട്ടവർ, താഴെത്തട്ടിലുള്ളവർ, അവഗണിക്കപ്പെട്ടവർ എന്നിവരുടെ ഉന്നമനത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ ബജറ്റിന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത്. അതായത് ഗരീബായിട്ടുള്ള ആളുകൾ, സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട താഴെക്കടയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിന്റെ മിഷൻ എന്ന് പറയുന്നത്. ഇനി ധാരാളം തൊഴിലവസരങ്ങളും കൂടി തയ്യാറാക്കുക എന്നുള്ളതിൽ പറയുന്നുണ്ട്. ലേബർ കോഡ് പരിഷ്കരണങ്ങളിലൂടെയും പുതിയ വ്യവസായങ്ങളിലൂടെയും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് ഇതിന്റെ സങ്കല്പത്തിന്റെ പാർട്ടാണ്. ഇനി എന്താന്ന് പറയുന്നത് വെച്ചാൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണയും പ്രസംഗം വളരെ ബിസിനസ് രീതിയിലുള്ളതായിരുന്നു. അതായത് മുമ്പത്തെ ബജറ്റ് പ്രസംഗങ്ങൾ എന്നുള്ളത് കുറച്ചുകൂടി കാര്യങ്ങൾ ഇൻക്ലൂസീവ് ആയിരുന്നു. രാജ്യത്തിന്റെ കൾച്ചറും ഹെറിറ്റേജ് ഒക്കെ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിരുന്നു. പക്ഷെ ഇത് കുറച്ചുകൂടി ബിസിനസ് രീതിയിലുള്ളതായിരുന്നു ഈ വർഷത്തെ ബജറ്റ് പ്രസംഗം. നീണ്ട കവിതകൾ ഒഴിവാക്കിയെങ്കിലും ഗുരു രവിദാസിന്റെ വചനങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. അതായത് നമ്മുടെ
ഇതിനു മുമ്പുള്ള പ്രസംഗത്തിലൊക്കെ ഇഷ്ടം പോലെ കവികളെയൊക്കെ നമ്മുടെ ധനമന്ത്രി മെൻഷൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല. ആകെ രവിദാസിന്റെ പ്രസംഗം, രവിദാസിന്റെ കവിത മാത്രമാണ് അതിൽ മെൻഷൻ ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ദിനമായ മാഘപൂർണിമയും ഗുരു രവിദാസിന്റെ ജന്മവാർഷികത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഇന്നലെ ഫെബ്രുവരി 1 എന്നുള്ളത് നമ്മുടെ ഗുരു രവിദാസിന്റെ ജന്മവാർഷികമായിരുന്നു. ഗുരു രവിദാസ് എന്ന് പറയുന്നത് പഞ്ചാബിലൊക്കെ ഉള്ള ഒരു സെയിന്റ് ആയിട്ടുള്ള ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തിനിടയ്ക്കാണ് നമ്മുടെ ബജറ്റ് നടക്കുന്നത്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി നമ്മൾ ബജറ്റിന്റെ കൂടുതലായിട്ടുള്ള ടെക്നിക്കലി ആയിട്ടുള്ള വശങ്ങളിലേക്ക് പോവുകയാണ്. ആകെ ബജറ്റ് തുക എന്നുള്ളത് 53.5 ലക്ഷം കോടിയായിരുന്നു. അതേപോലെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള വേഗത വർദ്ധിപ്പിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ സ്വപ്നമാണ് ഈ പറയുന്ന വികസിത് ഭാരത് ബൈ 2047. അതിനേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള ആക്സിലറേഷൻ ആണ് നമ്മൾ ഈ ബജറ്റിലൂടെ ഉദ്ദേശിച്ചത്. ഈ ബജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 3 തൂണുകളുണ്ട്. നമ്മൾ ഇനി ബജറ്റിന്റെ ഉള്ളിലേക്ക് കയറാൻ പോകുകയാണ്. ഇത്രയും നാളും ബജറ്റിന്റെ സർഫസ് കാര്യങ്ങളാണ് പറഞ്ഞത്. ബജറ്റിന്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ബജറ്റിനെ താങ്ങി നിർത്തുന്നത്. നമുക്ക് നോക്കിയാൽ ഒന്ന്, അടിസ്ഥാന സൗകര്യം വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. 2, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ബജറ്റിന്റെ അതിൻ്റെ ഒരു തൂണായിട്ട് വേണമെങ്കിൽ പറയാം നമുക്ക്. പിന്നെ ഡിജിറ്റൽ സാമ്പത്തികീകരണം, നമ്മുടെ എക്കണോമി എന്നുള്ളത് ഡിജിറ്റലൈസ് ചെയ്യുക. ഓക്കെ, ഇനി കുറച്ചുകൂടി ടെക്നിക്കൽ ടേംസിലേക്ക് വരികയാണ്. രാജ്യത്തിന്റെ ധനക്കമ്മിയെ പറ്റി സംസാരിക്കുന്നത് GDP-യുടെ 4.3% കുറച്ചു. കഴിഞ്ഞ വർഷം ഇത് 4.4%. രാജ്യത്തിന്റെ ധനക്കമ്മി എന്നുള്ളത് ഓരോ ബജറ്റ് കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. ഇനി മൂലധന ചെലവ്, രാജ്യത്തിന്റെ മൂലധന ചെലവ് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 12.2 ലക്ഷം കോടിയായി വർദ്ധിപ്പിച്ചു. മുൻ വർഷത്തേക്കാൾ 9% വർധനവുണ്ടായി. ഇനി GDP വളർച്ച എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ 10% നോമിനൽ GDP ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ GDP-യിലേക്കും അതേപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന 1 രൂപ ബജറ്റിൽ 1 രൂപ നമുക്ക് എങ്ങനെ, അത് രാജ്യത്ത് നമുക്ക് ഗവൺമെന്റിന് 1 രൂപ ലഭിക്കുകയാണ്, അതെങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ തന്നെ പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ വരുമാന സ്രോതസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കടമെടുപ്പും മറ്റ് ബാധ്യതകളുമാണ്. ബൊറോവിങ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് ഗവൺമെന്റിന്റെ പ്രധാനമായിട്ടുള്ള ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ടാക്സിലേക്ക് വരികയാണെങ്കിൽ അതെങ്ങനെയാണ്? കോർപ്പറേഷൻ ടാക്സ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, അതേപോലെ GST ആൻഡ് അതർ ടാക്സ് ഉണ്ട്. ഇതെല്ലാം എപ്പോഴും ഓരോ വർഷം തോറും മാറിക്കൊണ്ടിരിക്കുക, എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന വാല്യൂസ് ആണ്. ഈ വർഷം അത് ഇൻകം ടാക്സ് ആണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം എന്നുള്ളത്. നമ്മളോട് ചോദിക്കുകയാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം എന്ന് കാണുകയാണെങ്കിൽ ഈ വർഷം 2026-27 വർഷത്തെ കണക്ക് പ്രകാരം അത് ഇൻകം ടാക്സ് ആണ്. ചില വർഷം അത് കോർപ്പറേറ്റ് ടാക്സ് ആവാം, ചില വർഷം അത് GST ആൻഡ് അതർ ടാക്സ് ആവാം. ഈ വർഷത്തേത് അത് ഇൻകം ടാക്സ് ആണ്. ഇനി നികുതിയേതര വരുമാനം, ഏറ്റവും വലിയ നികുതിയേതര വരുമാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബൊറോവിങ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. അല്ലെങ്കിൽ വെറുതെ വരുമാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും ബൊറോവിങ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. ഇനി ഗവൺമെന്റ് എങ്ങനെയാണ് 1 രൂപ സ്പെൻഡ് ആക്കുന്നത്, നമ്മൾ 1 രൂപ എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് എന്നുള്ളത് അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് പോകുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിലാണ്. നമുക്ക് നികുതി വിഹിതം കിട്ടിയ സംസ്ഥാനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പറയുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റിലേക്ക് വരും. അതായത് നമ്മൾ പല കാലങ്ങളായിട്ട് എടുത്തിരിക്കുന്ന കടത്തിന്റെയൊക്കെ പലിശ തിരിച്ചടക്കണമല്ലോ, അതിലാണ് നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ചെലവ് വരുന്നത്. പിന്നെ നമുക്ക് ഈ പറയുന്ന സെൻട്രൽ സെക്ടർ സ്കീം, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾക്കായിട്ട് നമ്മൾ 17% ചെലവഴിക്കുന്നുണ്ട്. പിന്നെ ഡിഫൻസ് വരുന്നുണ്ട്, പിന്നെ മറ്റ് എക്സ്പെൻഡിച്ചേഴ്സും അതേപോലെ സിവിൽ പെൻഷനും മേജർ സബ്സിഡീസും എല്ലാം വരും. ഓക്കെ, ഈ പറയുന്ന കാര്യം നമ്മളൊരു ഗ്രാഫ് ആക്കിയിരിക്കുകയാണ്. വരവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 24% കടമെടുപ്പ് മൂലമാണ്. ഇനി രണ്ടാമത് വരുന്ന ആദായ നികുതിയാണ്. ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം എന്നുള്ള നികുതി സ്രോതസ് എന്നുള്ളത് ആദായ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആണ്. 18% ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് നികുതി, 15% GST. മറ്റുള്ള വരുമാന സ്രോതസ് എല്ലാം 22%. ഇനി ചെലവ് നോക്കുകയാണെങ്കിൽ എവിടെയാണ് നമ്മുടെ പൈസ, കേന്ദ്ര ഗവൺമെന്റിന്റെ പൈസ പോകുന്നത്? സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതമാണ് 22%. അതേപോലെ ഗവൺമെന്റിന്റെ പലിശ അടവ് എന്ന് പറയുന്നത് 20%. കേന്ദ്ര പദ്ധതികൾക്കായിട്ട് ഗവൺമെന്റ് 17% നീക്കിവെക്കുന്നു. ഇനി പ്രതിരോധത്തിനായിട്ട് 11%, മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് 30%. ഇനി നമുക്ക് ബജറ്റ് അതിന്റെ കണക്കുകളിൽ ചുമ്മാ ഒരു ഗ്ലാൻസ് എടുത്ത് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ റെസീറ്റും അതേപോലെ എക്സ്പെൻഡിച്ചറും കമ്പയർ ചെയ്യുകയാണെങ്കിൽ
ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ് ഗവൺമെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ റവന്യൂ എക്സ്പെൻഡിച്ചറാണ് ഗവൺമെൻറ്റിൻ്റെ ചിലവാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ ഈ പറയുന്ന ട്രാൻസ്ഫർ പേയ്മെൻ്റ് ഉണ്ട്, പെൻഷനുണ്ട്, ശമ്പളമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം വരുന്നത് റെസീപ്റ്റിലേക്ക് വരികയാണെങ്കിൽ റവന്യൂ റെസീറ്റാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിനി അടുത്ത ശേഷം വന്നേക്കുന്നത് ക്യാപിറ്റൽ റെസീറ്റാണ്. അതിനുശേഷം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്നുള്ളത്. എല്ലാ തവണത്തെ പോലെ ഇത്തവണയും റവന്യൂ എക്സ്പെൻഡിച്ചറാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, അതായത് പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കി, ബജറ്റിലെ കണക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ട് നോക്കി. ഇനി എന്തൊക്കെയാണ് ഈ ബജറ്റ് മൂലം ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്താണ് പുതിയ ആദായ നികുതി നിയമം. 1916 പഴയ നിയമത്തിന് പകരം ലളിതമായ ആദായ നികുതി നിയമം 2025-26 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. പുതിയ ആദായ നികുതി നിയമം വരാൻ പോവുകയാണ് ഏപ്രിൽ 1 മുതൽ. ഇനി നികുതി സ്ലാബുകളിൽ മാറ്റമില്ലെങ്കിലും നിയമങ്ങൾ ലഘൂകരിക്കും. അസസ്മെന്റ് ഇയറിന് പകരം ടാക്സ് ഇയർ എന്ന രീതി കൊണ്ടുവരും. അതായത് ഇത്രയും നാളും ഉണ്ടായിരുന്നത് അസസ്മെന്റ് ഇയർ എന്നുള്ള മെത്തേഡാണ്. ഇനി അങ്ങോട്ട് ടാക്സ് ഇയർ എന്ന് പറഞ്ഞൊരു മെത്തേഡായിരിക്കും ഗവൺമെന്റ് ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒന്നാണ് 7 പുതിയ അതിവേഗ റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചു. അതായത് ഹൈസ്പീഡ് റെയിൽവേ കോറിഡോർസ് കേന്ദ്രം പ്രഖ്യാപിച്ചു. കേരളത്തിനെ സംബന്ധിച്ചുള്ളൊരു നിരാശയാണ്, കേരളം അതിലില്ല, ഒത്തിരി വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, നമുക്കൊന്നും നോക്കണ്ട. അപ്പോൾ ഏതൊക്കെയാണ് രാജ്യത്തെ ഈ 7 അതിവേഗ റെയിൽ ഇടനാഴികൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് മുംബൈനെയും പൂനെയെയും ബന്ധിപ്പിക്കുന്നതാണ്. രണ്ടാമത്തത് പൂനെ ഹൈദരാബാദ്. 3 ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബംഗളൂരു, ഡൽഹി വാരണാസി, വാരണാസി സിലിഗുഡി. അപ്പോൾ പ്രധാനമായിട്ടും ദക്ഷിണേന്ത്യ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യ കവർ ചെയ്യുന്നുണ്ട്, പക്ഷെ കേരളം ഇല്ല. അതൊക്കെയാണ് ഗവൺമെന്റിന്റെ ഹൈസ്പീഡ് റെയിൽ കോറിഡേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കേരളത്തിൽ ഉൾപ്പെട്ടൊരു കാര്യം പറയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അപൂർവ ധാതു മണൽ ഖനനത്തിനായി പ്രത്യേക ഇടനാഴികൾ സ്ഥാപിച്ചു. അതായത് കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ റയർ എർത്ത്, അതായത് നമ്മുടെ യുറേനിയം, തോറിയം പോലെയുള്ള റയർ എർത്ത് എലമെന്റ്സ് ഖനനം ചെയ്യാനുള്ള പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങാനായിട്ട് പോവുകയാണ്. ഇനി ഇന്ത്യയെ ആഗോള ബയോ ഫാർമ ഹബ്ബാക്കാൻ 10,000 കോടി രൂപയുടെ പദ്ധതിയായിട്ടുള്ള ബയോ ഫാർമ ശക്തി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പരീക്ഷകൾക്ക് ചോദിക്കാം. പുതിയൊരു പദ്ധതി തുടങ്ങാൻ പോവുകയാണ്, ബയോ ഫാർമ ശക്തി. അതായത് നമ്മുടെ രാജ്യത്തിനെ ലോകത്തിലെ ഒരു മെഡിസിൻ പവർ ആക്കാൻ, ബയോ ഫാർമ രംഗത്തെ ഒരു സൂപ്പർ പവർ ആക്കാനുള്ള ഒരു ഒബ്ജക്റ്റീവ് നമ്മുടെ ഗവൺമെന്റിനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി തുടങ്ങുന്നതാണ് ഈ പറയുന്ന എന്ത്, ബയോ ഫാർമ ശക്തി എന്ന് പറയുന്നത്. ഇനി ക്യാൻസർ, പ്രമേഹം എന്നിവയ്ക്കുള്ള 17 പ്രധാന മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. ഏകദേശം 17ഓളം പ്രധാനപ്പെട്ട മരുന്നുകളുണ്ട്. അവർക്ക് നല്ലൊരു കസ്റ്റം ഡ്യൂട്ടിയുടെ പേരിൽ നല്ല പ്രൈസ് ഉണ്ട് മാർക്കറ്റിൽ. അതങ്ങ് ഗവൺമെന്റ് കട്ട് ചെയ്തു. ഇത് മരുന്നുകളുടെ വില കുറയാൻ സഹായിക്കും. അപ്പോൾ ഈ ഫാർമസി രംഗത്ത് ബയോ ഫാർമ ശക്തി എന്നുള്ളൊരു പ്രൊജക്റ്റ് കൂടി തുടങ്ങാൻ പോകുന്നു. അതുപോലെ തന്നെ 17ഓളം മരുന്നുകളുടെ വിലയും അങ്ങ് കുറച്ചു. ഇനി ISM 2.0. ISM എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷനാണ്. സെമി കണ്ടക്ടർ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്ക് ഉള്ള ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ 2ാം ഘട്ടം, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്, അതിന്റെ 2ാം ഘട്ടം സെമി കണ്ടക്ടേഴ്സ് ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ 2.0 തുടങ്ങാൻ പോവുകയാണ്. ഇനി IT ടാക്സ് ഹോളിഡേ. ഇന്ത്യയിലെ ഡാറ്റാ സെന്ററുകൾ വഴി ആഗോള ക്ലൗഡ് സേവനങ്ങൾ നൽകുന്ന കമ്പനികൾക്ക് 2047 വരെ ടാക്സ് ഹോളിഡേ. അവർക്ക് ടാക്സിന്റെ കാര്യത്തിൽ എന്തുണ്ടാകും, ഒരു എക്സ്പെക്ഷൻ ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ ഡാറ്റാ സെന്ററുകൾ വഴി ആഗോള ക്ലൗഡ് സേവനങ്ങൾ നൽകുന്ന കമ്പനികൾക്കാണ് 2047 വരെ എന്തുണ്ടാകുക, ഈ പറയുന്ന ടാക്സിലൊരു എക്സ്പെക്ഷൻ ഉണ്ടാകുക. ഇനി ഓറഞ്ച് എക്കണോമി ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റർ ലാബ്സ്. അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് എന്നിവയ്ക്ക് വലിയ പ്രോത്സാഹനമാണ് ഗവൺമെന്റ് തരാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലുമായി 15,500 കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ സ്ഥാപിക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യവ്യാപകമായിട്ട് 15,500 കണ്ടന്റ് ക്രിയേറ്റ് ലാബുകൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന ഗെയിമും അതേപോലെ കൊമിക്സും ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് ഓറഞ്ച് എക്കണോമി എന്ന്. ഇതിലുള്ള ബൂസ്റ്റിനെ പറയുന്ന പേരാണ് ഓറഞ്ച് എക്കണോമി എന്ന്. ഇനി കോക്കനട്ട് പ്രൊമോഷൻ സ്കീം, അതായത് നാളികേര വികസന പദ്ധതി കൊണ്ടുവരാനായിട്ട് പോവുകയാണ് ഗവൺമെന്റ്. ഓഫ് കോഴ്സ് അത് കേരളത്തിന് കർഷകർക്ക് ഇത് വലിയ ഒരു ഗുണമായിരിക്കും. കാരണം കേരളത്തിനെ സംബന്ധിച്ചോളം തേങ്ങ എന്നുള്ളത് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ്. നാളികേര കർഷകർക്കായി പ്രത്യേക പദ്ധതി. അടുത്തത്
വിദ്യാർത്ഥി ഹോസ്റ്റലുകൾ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ ജില്ലകളിലും ഓരോ ഗേൾസ് ഹോസ്റ്റൽ വീതം നിർമ്മിക്കും. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ പ്രൊജക്ടുകളാണല്ലോ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ഒക്കെ. അതേപോലെ എല്ലാ ജില്ലകളിലും, രാജ്യത്തെ എല്ലാ ജില്ലകളിലും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റലുകൾ തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി വിദേശയാത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ വിദേശ ടൂർ പാക്കേജുകൾക്കുള്ള TCS നിരക്ക് 2% കുറച്ചു. അതായത് അവിടുത്തെ ടാക്സ് കോസ്റ്റ് സോഴ്സ് എന്നുള്ളത് 2% അവിടെ കുറച്ചിട്ടുണ്ട്. ഇനി ഷീമാർട്ട്. എന്താണ് ഷീമാർട്ട് എന്ന് നോക്കിയാലോ? വനിതാ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ രാജ്യവ്യാപകമായി ഷീമാർട്ട് ശൃംഖലകൾ സ്ഥാപിക്കും. അതായത് ഒരു ഇ കൊമേഴ്സ്യൽ ശൃംഖലയാണ്. നമ്മുടെ ഈ പ്രധാനപ്പെട്ട ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ പോലെ തന്നെ ഗവൺമെന്റ് തന്നെ ഒരു പുതിയ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം കൊണ്ടുവരാൻ പോവുകയാണ്. അതിന്റെ പേരാണ് ഷീമാർട്ട്സ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഖേലോ ഇന്ത്യ മിഷൻ. അതായത് അടുത്ത 10 വർഷത്തിനുള്ളിൽ കായിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും പുതിയ മിഷൻ തുടങ്ങാൻ പോവുകയാണ് ഖേലോ ഇന്ത്യ മിഷൻ എന്നുള്ളത്. നമുക്ക് ഖേലോ ഇന്ത്യ എന്നുള്ള പ്രൊജക്റ്റ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ പ്രൊജക്റ്റാണ് ഖേലോ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത്. ഇനി സ്പോർട്സ് ഗുഡ്സ് ഹബ്ബ്. കായിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും ഗവേഷണത്തിനുമായി ഇന്ത്യയെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുന്നതിനായിട്ട് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ ബജറ്റിൽ പറയുന്നു. ഇനി ചാമ്പ്യൻ MSME നോക്കിയാലോ? ചെറുകിട വ്യവസായങ്ങൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ 10,000 കോടി രൂപയുടെ ഫണ്ട് നൽകുന്ന പ്രൊജക്റ്റാണ് ചാമ്പ്യൻ MSME എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോർപ്പറേറ്റ് മിത്ര നോക്കിയാലോ? വ്യവസായങ്ങൾക്കുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കോർപ്പറേറ്റ് മിത്ര എന്ന പേരിൽ ഒരു പുതിയ ഉദ്യോഗസ്ഥ വിഭാഗത്തെ രൂപീകരിക്കും. അതായത് കോർപ്പറേറ്റുകളുടെ പ്രവർത്തനം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റാണ് ഈ വരുന്നത്. കോർപ്പറേറ്റ് മിത്ര. അതിനുവേണ്ടി ഒരു വിങ് തന്നെ, ഒരു കേഡർ തന്നെ രൂപീകരിക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു. ഇനി മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് എന്താണെന്ന് നോക്കിയാലോ? ഗ്രാമീണ മേഖലയിലെ പരമ്പരാഗത കരകൗശല കൈത്തറി ഉൽപ്പന്നങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെയും മികച്ച ബ്രാൻഡിങ്ങിലൂടെയും ആഗോള വിപണിയിലെത്തിച്ച് ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുന്ന ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഈ പറയുന്നത് മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വീവേഴ്സിനെയും അതേപോലെ ഖാദി വ്യവസായത്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൂടിയാണത്. ഇനി ദിവ്യാംഗൻ കൗശൽ യോജന. ദിവ്യാംഗൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള പീപ്പിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദിവ്യാംഗൻ എന്ന് വിളിക്കുന്നത്. ദിവ്യാംഗൻ കൗശൽ യോജന പ്രകാരം ഭിന്നശേഷിക്കാരായ യുവാക്കൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത്. ഓക്കെ, ഇനി അടുത്തതാണ് ദിവ്യാംഗൻ സഹാര യോജന. ദിവ്യാംഗൻ സഹാര യോജന നമുക്ക് നോക്കിയാലോ? അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാർക്ക് അവർക്ക് താങ്ങായി നിൽക്കുന്ന കുടുംബങ്ങൾക്കും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഈ പറയുന്നത് നമ്മുടെ ദിവ്യാംഗൻ സഹാര യോജന എന്ന് പറയുന്നത്. ഇനി കർഷകരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കർഷകർക്ക് കൃഷി സംബന്ധമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായി നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ബഹുഭാഷാ പ്ലാറ്റ്ഫോമാണ് ഭാരത് വിസ്താര. സോ കൃഷിക്കാർക്ക് സംബന്ധിച്ചോളം അവിടെ ഭാരത് വിസ്താരമുണ്ട്. ഭാരത് വിസ്താരം മൂലം കർഷകർക്ക് കൃഷി സംബന്ധമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായി നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഗവൺമെന്റ് നമുക്ക് ഈ ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. ഇതിനൊരു 3 പാർട്ടുണ്ട്. ഈ വീഡിയോ സംബന്ധിച്ച് 3 പാർട്ടുണ്ട്. എന്തൊക്കെയാണ് ബജറ്റ് ആയിട്ട് ബന്ധപ്പെട്ട പുറമെയുള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രധാനമന്ത്രി എത്ര സമയം ബജറ്റ് അവതരിപ്പിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തു, അതൊക്കെ പുറമെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ബജറ്റിനുള്ളിലെ കുറച്ച് കണക്കുകളുണ്ട്. എത്രയായിരുന്നു ധനക്കമ്മി, എത്രയാണ് GDP ഗ്രോ ചെയ്തത്, 1 രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ എത്ര % ഓരോ കാര്യങ്ങൾക്കായിട്ട് ചെലവഴിച്ചു. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളുണ്ട്. നിങ്ങൾ ബജറ്റ് പഠിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ തിരിച്ചു പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് ബജറ്റിനെ പറ്റി എക്കണോമിക്സിലും ചോദ്യങ്ങളുണ്ടായിരിക്കും, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിലും ചോദ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ പുതിയ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആഞ്ഞു പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ ജോലി കിട്ടും. 2026 എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഡിഗ്രി നിലവാരത്തിലുള്ള നോട്ടിഫിക്കേഷനുകൾ വന്ന വർഷമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഏകദേശം 3000-ഓളം വേക്കൻസികൾ നമുക്കിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 2026 നിങ്ങൾക്ക് ജോലിയുമായിട്ട് ഇറങ്ങാം. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു എവരിവൺ.